എല്ലാത്തിനും ഉത്തരവാദി നിങ്ങളാ. ഇങ്ങോട്ട് പോരണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ടീനയെ കൊല്ലാമെന്നല്ലേ നമ്മൾ വിചാരിച്ചത്? കൊന്ന കൊക്കയിൽ എറിഞ്ഞിട്ട് രക്ഷപ്പെട്ടു പോന്നവളാ. നീലി, നീ വെറുതെ ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്. അവളെ കൊല്ലാതിരുന്ന നമുക്ക് തന്നെ ആപത്തുണ്ടാകാൻ പോകുന്നത്. അവള് നമ്മളെ പോലീസിനെ കൂടി പിടിപ്പിക്കും. അതറിയാവുന്നോണ്ടല്ലേ നമ്മൾ ഇതിന് പുറപ്പെട്ടത്. എന്നിട്ടിപ്പോ എന്തായി? നമ്മൾ പെട്ടു. ഇനിയിപ്പോ അവളെ നമ്മളായിരിക്കും കൊല്ലാൻ പോകുന്നത്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റിയാൽ മതിയായിരുന്നു. എങ്ങനെ രക്ഷപ്പെടാനാ? ഞാൻ ആ തള്ളയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ചിരുന്നു. നമുക്ക് ക്രിസ്റ്റഫറിനെ ഒന്ന് വിളിച്ചാലോ? അയാള് നമ്മളെ സഹായിക്കോ? നമ്മൾ രക്ഷപ്പെടേണ്ട അയാളുടെ കൂടെ ആവശ്യമല്ലേ? അങ്ങനെയുള്ള തോന്നലൊന്നും അയാൾക്കുണ്ടാവില്ല. നമ്മുടെ പണം കൊണ്ടുപോയതും അയാളാ. ആ സ്ഥിതിക്ക് നമ്മൾ എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാൽ മതിയെന്നായിരിക്കും അയാൾക്ക്. നീ ഇങ്ങനെ എല്ലാ കാര്യത്തിലും നെഗറ്റീവായിട്ട് പറയല്ലേ. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വേറെ ആരാ നമ്മളെ സഹായിക്കാനുള്ളത്? മാഡം ഒരിക്കലും ഹെൽപ്പ് ചെയ്യില്ല. ആ പണം നമ്മൾ അടിച്ചു മാറ്റിയെന്നല്ലേ മാഡം കരുതിയിരിക്കുന്നത്? എന്തായാലും നമുക്ക് ക്രിസ്റ്റഫറിനെ ഒന്ന് വിളിക്കാം. അയാൾ എന്ത് പറയുമെന്നെങ്കിലും നമുക്ക് അറിയാലോ. അയാളുടെ നമ്പർ അറിയോ? 9846022174. ശരിയാണോ? ഡയലി നോക്ക്, മിക്കവാറും ശരിയായിരിക്കും. അയാള് തന്നെയാണോ ഫോൺ എടുക്കുന്നതെന്ന് അറിഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞാ മതി. ആണോ? സ്ഥലം അവിടുന്ന് ഇടത്തേക്കോ വലത്തേക്കോ? ആ, മനസ്സിലായി. ഒരു വാട്ടർ ടാങ്ക് ആ ഭാഗത്തുണ്ടല്ലോ. ആ ആ ഞാൻ എത്തിക്കോളാം. ഓക്കെ ഓക്കെ. ക്രിസ്റ്റഫർ വരൂ. വരാന്ന് പറഞ്ഞു. വന്നാ മതിയായിരുന്നു. നിങ്ങൾ ആരാ ഇതിനകത്ത് അടച്ചിട്ടത്? സ്നേഹം ടീനെ. അവരിവിടെ ഉണ്ടോ? കുറച്ചു മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഇനി വൈകണ്ട, വേഗം പോവാം. ടീനയുടെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. വാ. ആഹാ, രക്ഷകൻ എത്തിയല്ലോ. രക്ഷകനല്ല, നിന്റെയൊക്കെ അന്തകനാ ഞാൻ. ഇവരെ രക്ഷിക്കാൻ നിങ്ങൾ ഇവിടെ എത്തുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു ഇതുവരെ. ഞാനും കാത്തിരുന്നത് നിങ്ങളെ രണ്ടുപേരെ ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയായിരുന്നു. ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനാവില്ല ക്രിസ്റ്റി. എല്ലാ കൊള്ളരുതായ്മകളുടെയും ശിക്ഷ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ആരും രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ഞങ്ങൾക്ക് കീഴടങ്ങുന്നതാണ് നല്ലത്. ഞാനാണ് ഇവരെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തന്നത്. എന്നാ ഇവരെ പിടിച്ച് ആദ്യം വണ്ടി കയറടോ. ഞങ്ങൾ എന്തിനു കൊണ്ടുപോകുന്നേ? പിടിച്ച് കയറ്റടോ. സർ എത്തിയോ? വന്നിട്ടുണ്ട് സർ. സ്വാഗതം കോംറേഡ്സ്.
എല്ലാവർക്കും എന്റെ സ്വാഗതം. ഇൻസ്പെക്ടർ സർ. ഇവർക്കെല്ലാം സുലൈമാന് ഇപ്പൊ കൊടുത്തില്ലേ? കൊടുക്കാം. ആ. സൗഹൃദത്തിന്റെ പാനോപചാരം കുടിക്കേ. എനിക്ക് വേണ്ട. മിസ്റ്റർ ഇൻസ്പെക്ടർ, നിങ്ങൾ ഞങ്ങൾ ഇങ്ങോട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ക്രിമിനൽസിനെ കുറിച്ച് ഞാനാ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നത്. ഇവരെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. കൂൾ ഡൗൺ സ്നേഹ മാഡം, ഇമോഷണൽ ആകരുത്. അതും നിങ്ങളെ പോലൊരാൾ. നിങ്ങൾ ആരാ? എന്തിനാ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും ആയിരിക്കില്ല അവസാനം ചെന്നെത്തുക. ദാ ഈ നിൽക്കുന്ന ക്രിസ്റ്റഫറിന്റെയും ഈ കുട്ടികളുടെയും കാര്യം തന്നെ എടുക്ക്. ഇവർ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇവിടെ എത്തുമെന്ന്. ചെറിയ ചില കള്ളത്തരങ്ങൾ, ജന്മവാസന കൊണ്ട് നടത്തുന്ന കുറ്റകൃത്യങ്ങൾ, ഇതൊക്കെ അവസാനം മറ്റൊരിടത്തായിരിക്കും ചെന്ന് ചേരുക. അപ്പോ നിങ്ങൾ ഞങ്ങളെ ട്രാപ്പിലാക്കുകയായിരുന്നു അല്ലേ? ഏയ്, എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളെ രക്ഷിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. രക്ഷിക്കേ? ഇവിടുത്തെ നിയമം നിങ്ങളെ ശിക്ഷിക്കുമായിരുന്നു. ആ ശിക്ഷ ഞങ്ങൾ ഒഴിവാക്കി തന്നു. ഇനിയുള്ള കാലം നിങ്ങൾക്ക് സ്വതന്ത്രരായി ജീവിക്കാം. എന്നെ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ നിങ്ങളെ എല്ലാവരെയും എനിക്ക് വളരെ കൃത്യമായിട്ടറിയാം. ഓരോരുത്തരും എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നു, എന്തൊക്കെ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു, എല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. എനിക്കാവശ്യം നിങ്ങളെപ്പോലുള്ളവരെയാണ്. ചെറിയ തെറ്റുകൾ ചെയ്ത് നിയമത്തിന്റെ കണ്ണിൽ നിന്നും ഓടി ഒളിക്കാൻ വ്യഗ്രത കാണിക്കുന്നവരെ. എന്റെ സംഘടനയ്ക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. തൽക്കാലം ഇത്രയും അറിഞ്ഞാൽ മതി. ഓക്കെ?